കളവ് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പഠിപ്പിച്ച നബി. രണ്ടുപേര് തമ്മിൽ പിണങ്ങി നിന്നാൽ, രണ്ടുപേര് തമ്മിൽ അകന്നു പോയാൽ അവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയൽ അനുവദനീയമാണെന്ന് പഠിപ്പിച്ച നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യരും തമ്മിൽ ഉടക്കി കഴിയാൻ പാടില്ല, തമ്മിൽ ഭിന്നിക്കാൻ പാടില്ല. ഈ സമുദായത്തിന്റെ മക്കൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു ആർക്കാ തുറന്നു കൊടുക്കുന്നതെന്നറിയോ? ആർക്കാണ് തുറന്നു കൊടുക്കുക? കളവ് പറയുന്നത് അനുവദനീയമായ സന്ദർഭങ്ങളിൽ ഒന്നാണ്. അഷ്റഫ് ഉസ്താദിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, താജുദ്ദീൻ ഉസ്താദ് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളെ വലിയ ബഹുമാനമാണ്, അതുകൊണ്ട് ഉസ്താദിന് നിങ്ങളോട് ഒരു പിണക്കവും ഇല്ല. അദ്ദേഹം മിണ്ടാനും ഇണങ്ങാനും ചേർന്ന് നിൽക്കാനും നിങ്ങളോട് ഇടപഴകാനും അത്യാഗ്രഹമുള്ള ആളാണ്. എന്നോട് പറഞ്ഞു ഉസ്താദ്, എനിക്ക് അഷ്റഫ് ഉസ്താദിനോട് മിണ്ടണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉസ്താദ് പിണക്കം മാറ്റണം എന്ന് ഞാൻ അഷ്റഫ് ഉസ്താദിനോട് പറഞ്ഞെന്നിരിക്കട്ടെ. പാവം താജുദ്ദീൻ ഉസ്താദ് ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവൂല. നേരെ ഞാൻ താജുദ്ദീൻ ഉസ്താദിനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഫോൺ ചെയ്തു, അഷ്റഫ് ഉസ്താദ് നിങ്ങളെങ്കിലും ഞങ്ങളെ തമ്മിലെ പിണക്കം ഒന്ന് മാറ്റിയിട്ട് പോണോന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ചെറിയൊരു വിഷയത്തിൽ ഉടക്കി നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു പിണക്കവും ഇല്ല, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹം ബഹുമാനം ആദരവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഷ്റഫ് ഉസ്താദ് ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞത് കള്ളമല്ലേ? ഒരു മൂമിന് ചേർന്ന പണിയാണോ? അല്ല. പക്ഷേ ഈ പറഞ്ഞതിന് എനിക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ്? ഇതിനപ്പുറം വല്ലതും വേണോ? ഇന്ന് കള്ളം പറഞ്ഞ് തമ്മിൽ തെറ്റിക്കുകയാണ്, ഇന്ന് കള്ളം പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിക്കുകയാണ്. പോരാ, നമ്മൾ അടിപ്പിക്കാനല്ല അടുപ്പിക്കാൻ ശ്രമിക്കണം. സ്വർഗത്തിന്റെ പാത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലമ്പാതയോട് ഉപമിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാട് ഒരുപാടുണ്ട്, നരകത്തിൽ പോകണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. നരകത്തിൽ പോകണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോയി കുറച്ച് കള്ളും വാങ്ങി കുടിച്ച് കുറച്ച് പലിശയ്ക്ക് പൈസയും കൊടുത്ത് ആളുകളെ പറ്റി ഫസാദും പറഞ്ഞ് കുറച്ച് നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന് നരകം ഉറപ്പായി. സ്വർഗം വേണമെങ്കിലോ അല്പ കഷ്ടപ്പാടാണ്. നരകം എപ്പോഴും സിമ്പിളാണ്. സ്വർഗോ മലമ്പാത എന്നാണ് അള്ളാഹു സ്വർഗത്തിന്റെ അമലുകളെ പറ്റി പരിചയപ്പെടുത്തിയത്. ഗിരിമാർഗം വലിയ പ്രയാസമല്ലേ വലിയ മലയിലേക്ക് ചവിട്ടി കയറാൻ? അള്ളാഹു തആല പറഞ്ഞു, നിനക്ക് കണ്ണ് തന്നത് എന്തിനാണ്? നിനക്ക് കാത് തന്നത് എന്തിനാണ്? നോക്കൂ നിങ്ങൾ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? നിനക്ക് ഞാൻ 2 ചുണ്ട് തന്നില്ലേ? നിനക്ക് ഞാൻ ഒരു നാവ് തന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. ഇത് പ്രതീകമാണ്. ബാക്കി അവയവങ്ങളെ അല്ലാഹു തആല അതിന്റെ പ്രതിനിധികളായിട്ട് ഈ 3 അവയവങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ചുണ്ടും നാക്കും കണ്ണും. അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? വലിസാനൻ, ഒരു നാവ് തന്നില്ലേ? വശഫത്തൈൻ, 2 ചുണ്ട് തന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഖുർആൻ അങ്ങനെ പഠിക്കണം. ഖുർആൻ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാഹു എന്തേ ഈ 3 അവയവങ്ങളെ മാത്രം പറഞ്ഞു? കണ്ണ്, ചുണ്ട്, നാവ്, അതായത് ഇത്രയും ഭാഗം ഉൾക്കൊള്ളുന്ന ഈ അവയവങ്ങളെ മാത്രമല്ല പറഞ്ഞു. കയ്യും കാലും വായും വയറും ഒന്നും അല്ല പറഞ്ഞില്ല. ഇതൊക്കെ അല്ല തന്നിട്ട് ആകെ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ 2 ചുണ്ട് തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ഒരു നാവ് തന്നില്ലേ? എന്താ അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണമെന്നറിയോ? നിങ്ങൾ എന്റെ എവിടേക്കാ നോക്കുന്നേ? ഞാൻ നിങ്ങളെ എങ്ങോട്ടാ നോക്കുന്നേ? നമ്മളിപ്പോ ഒരാളെ കാണുകയാണെങ്കിൽ അയാളെ നമ്മൾ എവിടാ നോക്കുക? അയാൾക്ക് എത്ര കൊടവയറുണ്ട്, അയാൾക്ക് എത്ര കാലിന് എത്ര നീളമുണ്ട്, അയാൾക്ക് കൈക്ക് എത്ര മസിലുണ്ട്, ഇതൊന്നും ആരും നോക്കൂലല്ലോ. ആരും നോക്കൂല. ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ കൃത്യമായി നോക്കുന്നത് ഇത്രയും ഭാഗത്താണ്. കണ്ണും ചുണ്ടും ഉൾക്കൊള്ളുന്നത് ഇത്രയും ഭാഗത്താണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കിയാലേ നമ്മുടെ സംതൃപ്തി വരൂ നമുക്ക്. അല്ലാതെ ഒരാളെ കാണാൻ പോയി, കണ്ടോ? ആ കണ്ടു. എങ്ങനെ കണ്ടു? അയാളെ കാല് കണ്ടു, സംതൃപ്തിയായോ? ഇല്ല. അയാളെ തല കണ്ടു, തിരിഞ്ഞു നിൽക്കുന്ന മുതുക് കണ്ടു, കാര്യമില്ല.
മയ്യത്ത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ പറയും മയ്യത്ത് അപകടത്തിൽപ്പെട്ടതാ, പടച്ചോനെ ദാടി മാത്രം കാണിച്ചു, അല്ലെങ്കിൽ പറയുന്ന നെറ്റി മാത്രം കാണിച്ചു, പോയവർക്കൊരു സംതൃപ്തി ഇല്ല. മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? കണ്ണും ചുണ്ടും ഒക്കെ നന്നായിട്ട് കാണുന്ന രീതിയിൽ ഇത്രയും ഭാഗം. അതുകൊണ്ടാണ് അല്ലാഹു തആല കുഴപ്പക്കാരായ അല്ലാഹു നമ്മളോട് തന്നെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇത്ര ഭാഗമാണ്. അല്ലാഹു ആ അവയവങ്ങളെ പ്രതീകമായി പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകൾ, 2 നയനങ്ങൾ, ഒരു നാവും 2 ചുണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ 2 പാതകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലയോ? ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും, നീതിയുടെയും അനീതിയുടെയും, സത്യത്തിന്റെയും അസത്യത്തിന്റെയും, ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും 2 പാതകൾ ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഇതെല്ലാം ഞാൻ നൽകിയത് എന്തിനാണെന്നറിയോ? മസിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളോട് പോരടിക്കാൻ വേണ്ടിയിട്ടല്ല, സമ്പത്തിന്റെ വീര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ലിംഗാധികാരത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ തല്ലിച്ചതയ്ക്കാനല്ല, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാനല്ല. അല്ലാഹു എന്തിനാണ് കണ്ണും കാതും തന്നത്? എന്തിനാണ് നാക്കും മൂക്കും വായും വയറും കൈയും കാലും അല്ല തന്നത്? എന്റെ പ്രിയപ്പെട്ട കൊളത്തൂപ്പുഴയിലെ ഉമ്മ, അല്ലാഹു തന്നത് സ്വർഗത്തിലേക്ക് നടക്കാനാ. ആ സ്വർഗത്തിന്റെ പാത രസകരമായ, എളുപ്പമുള്ള, സിമ്പിളായ നരകത്തിന്റെ പാത പോലെയല്ല. സ്വർഗത്തിന്റെ പാത മലമ്പാതയാണ്, ഗിരിമാർഗമാണ്, കാട്ടുപാതയാണ്. അല്ല പറയുന്നു, ഇതെല്ലാം ഞാൻ നൽകിയിട്ട് ഫലഖതഹമൽ അഖബ, ആ മലമ്പാത എന്ന സ്വർഗത്തിന്റെ പാത അവന് താണ്ടിക്കടന്നില്ല. ഏതാ സ്വർഗത്തിന്റെ പാത എന്നറിയോ? സ്വർഗത്തിന്റെ പാത പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല വില കൂടിയ ടിക്കറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കയറിയിട്ട് മേപ്പോട്ട് പറന്നു പോകുന്നതല്ല സ്വർഗത്തിന്റെ പാത. സ്വർഗത്തിന്റെ പാത ഏതെങ്കിലും ഒരു വന്ദേ ഭാരതിൽ കയറിയിട്ട് യാത്ര ചെയ്താൽ എത്തുന്നതല്ല. സ്വർഗത്തിന്റെ പാത ഏതാണെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ്. അല്ലാഹു പറയുകയാണ്, സ്വർഗത്തിന്റെ പാത എന്ന് പറയുന്നത് പാവപ്പെട്ടവര്, വിശക്കുന്നവര്, വിഷമിക്കുന്നവര്, പ്രയാസപ്പെടുന്നവര്, കഷ്ടപ്പെടുന്നവര്, തടവിൽ പിടിക്കപ്പെട്ടവര്, പ്രാരാബ്ധങ്ങളിൽ കഴിയുന്നവര്, അവരെ നിങ്ങളൊന്ന് സഹായിക്കുമോ? കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുവോ? ദുരിതം അനുഭവിക്കുന്നവന്റെ ദുരിതമൊന്ന് മാറ്റിക്കൊടുക്കുമോ? സഹോദരങ്ങളെ, പട്ടിണിയുടെ നാളുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ആര് പട്ടിണി കിടന്നാലും അവർക്ക് ഒരു പിടി അന്നം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, തീരുന്നില്ല. ഇത് അല്ലാഹു തആല ആർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതാ, അത് നമ്മുടെ വിഷയമല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ പെങ്ങളെ? സുമ്മ കാന മിനല്ലദീന ആമനൂ, നിനക്ക് സ്വർഗം വേണമെങ്കിൽ സുമ്മ ആമന എന്നല്ല അല്ല പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അടിമയെ മോചിപ്പിക്കലാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റലാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, പട്ടിണിയുടെ നാളുകളിൽ നീ അന്നദാനം നടത്തണമെന്നല്ല, നീ സംഘടിച്ച് ഭക്ഷണം കൊടുക്കണമെന്നല്ല, നീ കുറച്ച് ഭക്ഷണം ഊട്ടണം മറ്റുള്ളവരെ. പിന്നെ അല്ല പറഞ്ഞത് എന്താണ്? നീ പിന്നെ വിശ്വാസിയാകണമെന്നല്ല. കാരണം വിശ്വാസിയായാ പോരാ. പിന്നെയോ അല്ല പറഞ്ഞത്, നീ വിശ്വാസികളുടെ സമാജത്തിൽ അംഗമാകണം, ചേർന്ന് നിൽക്കണം, ഭിന്നിക്കാൻ പാടില്ലെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. നിസ്സാര കാരണത്തിന്റെ പേരിൽ ഭിന്നിച്ച്
ഭിന്നിച്ച് ഈ സമുദായം അധപ്പതനത്തിന്റെ അധമഭാവത്തിലേക്ക് ആപതിച്ചു പോയി പരാജയത്തിന്റെ അപജയത്തിന്റെ അങ്ങേ അറ്റമെത്തി ഈ സമുദായം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന ഘട്ടമെത്തി അല്ലേ? നമ്മുടെ സ്വബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ സംഘടിച്ച് ആ സംഘടനയിൽപ്പെട്ട കുറെ ആള് ഈ സംഘടനയിൽപ്പെട്ടവര് അങ്ങനെ സംഘടന 100 എണ്ണം കണ്ടപ്പോ ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗം തീരുമാനിച്ചു, ഒരു സംഘടനയും ഇല്ലാത്ത നമുക്കൊന്നു കൂടിയാലോ? പ്രസിഡന്റ് നീ, സെക്രട്ടറി ഞാൻ. അവിടെയും സംഘടനയായി. സംഘടനകളിൽ ഇല്ലാത്ത ആളുകളെ കണ്ടെത്തിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. അവിടെയും സംഘടന. എല്ലാവർക്കും പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം, മരണ വീട്ടിൽ പോയാൽ മയ്യത്താവണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. ചിലരുടെ ആഗ്രഹം അങ്ങനെയാ. അത് നടക്കുവോ? നടക്കൂല. എന്തിനാണ്? ദീൻ മുറുകെ പിടിക്കണം, ഭിന്നിച്ച് നിൽക്കരുത്, ചേർന്ന് നിൽക്കണം. ഒരു കൈ കൊണ്ട്, ഒരു വിരൽ കൊണ്ട്. സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണല്ലോ. ഈ പാൻ നോക്കുന്ന പരിപാടി, പാൻ കോതുന്ന പരിപാടി പെണ്ണുങ്ങൾക്കാണല്ലോ. ആണുങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ആണുങ്ങൾ പാൻ ചീപ്പ് കൊണ്ട് കോതി? ഇതൊക്കെ അല്ലാഹു തആല കൊടുത്ത പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പാൻ നോക്കുന്ന സ്വഭാവം ഞാൻ ചോദിക്കട്ടെ, ഒരു വിരൽ വെച്ച് കുളത്തൂപ്പുഴയിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് ഒന്ന് പാൻ എടുത്തു തരാൻ പറ്റുമോ? ഒരു വിരൽ വെച്ചിട്ട്. ഏറ്റവും നല്ല അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ ഈ മലയോര മേഖല. കാടും മേടും മനോഹരമായ വൃക്ഷങ്ങളും. ഒരു മരം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? വരൂല. പല മരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് കാടാവുന്നത്. പല വിരലുകൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് പേൻ പോലും കൊല്ലാൻ പറ്റുന്നത്. ഒരു ഈർക്കിൽ കൊണ്ട് വീട്ടിൽ മുറ്റമടിക്കാൻ ഏതെങ്കിലും പൊങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. പല ഈർക്കിലുകൾ ചേരുമ്പോഴാണ് ഒരു ചൂലായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്സാരമായി മുറ്റമടിക്കുന്ന ശരീരത്തിലെ തലയിൽ നിന്ന് പേനും ഈരുമെടുത്തു മാറ്റുന്നതിൽ മനോഹരമായ പ്രപഞ്ചത്തിന്റെ കാനന ഭംഗി കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടിയിട്ട് പോകുമ്പോ ഒരു കാടിന്റെ നിർമ്മാണത്തിൽ ഒക്കെ ഒത്തൊരുമയും ചേർത്ത് നിൽപ്പുമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സൗന്ദര്യം ചേർന്ന് നിൽക്കുമ്പോഴാണ്. എങ്കിലേ അല്ലാഹു തആല സ്വർഗം നമുക്ക് തരുള്ളൂ. ഭിന്നിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നവനല്ല സ്വർഗം തരില്ല, കൂട്ടത്തിൽ നിൽക്കുന്നവനെ അല്ല സ്വർഗം തരും. അതുകൊണ്ടാണ് സുമ്മ കാന മിനല്ലദീന ആമനു, നിങ്ങൾ മോമിനായാ പോരാ, മോമിനീങ്ങളുടെ സൊസൈറ്റിയിൽ അംഗമാകണം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അറിയാതെ കുറച്ച് നീണ്ടുപോയി ആ ചർച്ച തന്നെ. അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ഭിന്നിക്കരുത്. എന്തിനാ നമ്മൾ ഭിന്നിക്കുക? ഒത്തൊരുമയോടെ. എനിക്ക് വലിയ അഭിമാനം തോന്നുക പല സന്ദർഭങ്ങളിലും. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ഏത് സംഘടനയാകട്ടെ, ഞാൻ ഇപ്പോഴും തുറന്നൊരു കാര്യം പറയാൻ ഇവിടെ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ ധാരാളമുണ്ട്. നമുക്കത് ഒരുപക്ഷെ നല്ലതാണ്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലതാണ്, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല. ആത്മാർത്ഥമായി നമ്മുടെ വിഷയങ്ങളിൽ ഒന്നിക്കണം. അതല്ലാതെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ അയിത്തം പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഭിന്നിക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചോളി. അല്പം അത് നീണ്ടുപോയി മാപ്പാക്കുക. ഇനി രണ്ടാമതായി ഖുർആൻ പറഞ്ഞ അൻ അഖീമു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4-ൽ രണ്ടാമത്തെ സ്ഥലമേതെന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് ആയത്തുകളെയും ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന നിങ്ങൾ നിലനിർത്തണമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് എവിടെയാണെന്നറിയോ? അൻ അഖീമുസ്സലാ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലമല്ല, 2 സ്ഥലമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം അൻ അഖീമുസ്സലാ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമസ്കാരത്തെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നിസ്കാരത്തെ പറ്റി നമുക്കറിയും, നന്നായിട്ട് നമുക്ക് ബോധമുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാ. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ അലംഭാവം എത്രത്തോളം എന്നറിയോ? ഒരു ചെറിയ തലവേദന വന്നാ പിന്നെ നിസ്കാരമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ നീട്ടിയിട്ട് സുന്നത്ത് നോമ്പ് പിടിച്ചു നേർച്ച നേർന്ന്
ഒരുപാട് സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലിയിട്ട് അള്ളാന്റെ പള്ളിക്ക് സംഭാവന കൊടുത്തു. ഒരു കുഞ്ഞില്ല, ഒരു കുട്ടിയില്ല, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരുടെ കയ്യിൽ കത്തെഴുതി കൊടുത്തിട്ട് അള്ളാഹു നിന്റെ പള്ളിയിൽ ഒരു കുഞ്ഞിന് തന്നാ 1-ാം മാസം മുതൽ നീ നിസ്കാരം അങ്ങ് ഒഴിവാക്കുകയാ. അതിന് മനോഹരമായ ആധുനിക വർഷനിൽ നീ പറയുന്നത് ബെഡ് റെസ്റ്റ് ആണ്. കുനിഞ്ഞൂടാ, നിവർന്നൂടാ, ചരിഞ്ഞൂടാ, ചാരിക്കൂടാ. അതുകൊണ്ട് നിസ്കരിച്ചൂടെന്ന് പറയുന്ന പുതിയ പെണ്ണിനോട് അവൾക്കൊരു കുഞ്ഞുണ്ടാവാ കാലേ കൂട്ടി കാറ്റി നിന്നിട്ട് അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാട് നിർവഹിച്ചിട്ട് അവസാനം അല്ല ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോ നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ലേ, തനിക്ക് തന്റെ പ്രിയപ്പെട്ട ബാപ്പായും ഉമ്മായും ഒരു ചെക്കനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അവസാനം ദുആ ചെയ്തു, ഖത്മോദി, ദിക്റുകൾ ചൊല്ലി, പടച്ചോനെ എന്റെ ജീവിതത്തിന്റെ ഭാവിയിൽ ഒരു വരൻ എന്റെ ജീവിതത്തിലേക്ക് വരണം, എനിക്കും ആഗ്രഹമുണ്ട് കുടുംബ ജീവിതം നയിക്കാൻ. അവസാന സുന്നത്ത് നിസ്കാരമായി ആ പെണ്ണിന് അല്ലാഹു തആല എവിടെ നിന്നോ ഒരു ചെക്കനെ കൊടുത്തു. കല്യാണത്തിന്റെ സന്തോഷമായി. അങ്ങനെ കല്യാണത്തിന്റെ ദിവസത്തില് അവള് പുതുമണവാട്ടിയായി കുളിച്ചൊരുങ്ങിയിട്ട് കതിർ മണ്ഡപത്തിലേക്ക് പോകുമ്പോ ആ കല്യാണ മണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പെണ്ണ്, ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം, കൊളുത്തൂപ്പുഴയിൽ ഞാൻ ചോദിക്കട്ടെ, ഇല്ല എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, ഞാൻ വിമർശിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയല്ല. കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ ഉള്ളത്? ഉണ്ടോ? ഈ പൂട്ടി 250 ഗ്രാം പൂട്ടി മുഖത്തിട്ടോണ്ട് പോകുന്ന പെണ്ണ് കല്യാണത്തിന്റെ നിക്കാഹ് കഴിഞ്ഞ ളുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോ എന്റെ റബ്ബിന് ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറയുന്ന അത്രയും വലിയ നഫീസത്തുൽ മിസ്രിയമാരത് നമ്മുടെ നാട്ടിലില്ല. അത്രയും വലിയ റാബിയത്തുൽ അറബിയമാരൊന്നുമില്ല. എന്തായാലും ഇത്രയും നാള് നിസ്കരിച്ച് അള്ളാഹു എനിക്കൊരു മാനനെ തന്നു, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ മറക്കാൻ പാടില്ല, ളുഹർ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ളുഹർ നിസ്കരിക്കുന്ന ഏത് പെണ്ണാണ്? ഉണ്ടാകാം, ഉണ്ടാവണം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. 3 മണിയാകുമ്പോ ഒരു വിളിച്ചോണ്ട് പോക്കുണ്ട്. അങ്ങനെ വിളിച്ചോണ്ട് പോകുമ്പോ അവിടെ എത്തുമ്പോ എല്ലാവരെയും കൊണ്ട് പുതിയ പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ 5 മണി 5:30 പുതുമണവാട്ടിയെ കാണാൻ അയൽവാസികളായ പെണ്ണുങ്ങളൊക്കെ ഓടിക്കൂടി. അങ്ങനെ ഓടിക്കൂടി അവരെയൊക്കെ പരിചയപ്പെട്ട്, ഇതെന്റെ മൂത്തമ്മ, അതെന്റെ മൂത്താപ്പാര ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പരിചയപ്പെട്ട് വരുമ്പോ ഏത് പുതിയ പെണ്ണാണ് അസർ നിസ്കരിക്കുന്നത്? അത് കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി കപ്പക്കൊലയും 10 കിലോ അലുവയും ഒരു അലമാരയും കൊണ്ടുവന്ന് ഇവിടുന്ന് തിരിച്ചു പോകാൻ സമയമായി. ചെക്കനോടൊപ്പം ആദ്യരാത്രി പങ്കിടാൻ പെണ്ണിന്റെ വീട്ടിലേക്ക് വണ്ടി കയറുന്ന പുതിയ പെണ്ണ് വീട്ടിലെത്തുമ്പോഴേക്കും മണി 7-7:30 ഈ സമയത്ത് മഗ്രിബ് നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാണ്? ചിലപ്പോ ഇശാ നിസ്കരിച്ചെന്ന് വരാം, ഇറങ്ങുമ്പോ സുബഹി നിസ്കരിച്ചിട്ടാണ് മണ്ഡപത്തിൽ പോയതെന്നും ഇരിക്കാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീൻ മുറുകെ പിടിക്കണമെന്ന്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രഖ്യാപിച്ച നമസ്കാരത്തെ അലംഭാവത്തിൽ കാണുന്ന ഒരു ചെറിയ പനി വന്നാൽ, ഒരു ചെറിയ തലവേദന വന്നാൽ, പണ്ടൊരു പള്ളിയില് ഒരു മുഅദ്ദിൻ അസമയത്ത് വാങ്കോളിച്ചു. 5 സമയം നന്നായിട്ട് അറിയാം. ളുഹാക്കും തഹജ്ജുദിനൊന്നും ബാങ്കില്ല, കേരളത്തിലും ഇല്ല, ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും ഇല്ല. ഹറമിലൊക്കെ ഉണ്ട് തഹജ്ജുദിന് ബാങ്ക്. പോട്ടെ, അസമയത്ത് കയറി ബാങ്ക് വിളിച്ചു. നാട്ടുകാരെല്ലാം വടിയും തടിയും മൺവെട്ടിയും മൺകോരിയും കുന്താലിയും പിക്കാസും ആയിട്ടൊക്കെ പള്ളിമുറ്റത്തെത്തി. പെണ്ണുങ്ങളും കൂടെ വന്നു. എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിലും ഇപ്പൊ വാങ്ങുവിളിക്കൂലല്ലോ. എല്ലാവരും പള്ളിമുറ്റത്ത്. ഒരു മഹല്ലത്തില് ആകെ ഇത്രയും ആള് കൂടിയിട്ടുള്ളത് പെരുന്നാളിനാണ്. അന്നും പെണ്ണുങ്ങൾ വരാറില്ല. ഇന്നും മഹല്ലിലെ മുഴുവൻ അംഗങ്ങളും പള്ളിമുറ്റത്തുണ്ട്. അപ്പോഴാണ് ജനങ്ങൾ എന്നെ അറിയുന്നത് ഇത്രയും മഹല്ല് നിവാസികൾ നമ്മുടെ മഹല്ലിലുണ്ട് എന്ന്. അത്രയും ആൾക്കൂട്ടം പള്ളിയുടെ മുറ്റത്ത് വന്നു. മുഅദ്ദിൻ പള്ളിയുടെ അകത്തേന്നുണ്ട്, പുറത്തേക്ക് വന്നില്ല. ആരോ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്നുകിലും മോദിനാരോ കൊന്നിട്ടുണ്ടില്ലെങ്കിൽ ഈ ബാങ്ക് വിളിക്കൂലല്ലോ. അവൻ മുഅദ്ദിൻ ഏതോ ഒരു രാജ്യം കീഴടക്കിയ അഭിമാനത്തോടെ നെഞ്ചും പിരിച്ചിറങ്ങി വരികയാണ്. എന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പൊ ഞാൻ വിളിക്കുന്ന ബാങ്ക് നിങ്ങൾ കേൾക്കും അല്ലേ? ഞാൻ വിളിക്കുന്ന ബാങ്ക് നിങ്ങൾക്ക് കേൾക്കാം?
ഞാൻ ലൊഹറിനെ വിളിച്ച് ഇവിടെ ആരെയും കണ്ടില്ല, അസറിനെ വിളിച്ച് ആരെയും കണ്ടില്ല, മഗ്രിബിനെ വിളിച്ച് ഒരാളും ഇല്ല, ഇശാക്ക് വിളിച്ച് തീരെ ആളില്ല. ഈ സമയത്ത് ഞാൻ ബാങ്ക് വിളിച്ചാൽ ആരും വരില്ല, അസമയത്ത് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും പള്ളിയിൽ വരും. സമയത്ത് വിളിക്കുന്ന ബാങ്കിന് നിങ്ങൾക്ക് പ്രാധാന്യമില്ല, അസമയത്ത് വിളിച്ചാൽ നിങ്ങൾ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പള്ളിയും അല്ലെങ്കിൽ നിസ്കാരവും തമ്മിൽ നമുക്കുള്ള ഒരു ബന്ധം അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിറങ്ങിയപ്പോ ഒരു പള്ളിയിൽ ജോലി നോക്കി ഒരു 3 വർഷം. അത് കഴിഞ്ഞാണ് കരമനയിൽ 3 വർഷം. ഇപ്പൊ ഞാൻ സെൻട്രൽ ജുമാ മസ്ജിദിൽ 11 വർഷമായി. ഞാനും ഇ പി അബൂബക്കർ ഉസ്താദും വളരെ അടുത്താണ്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉറക്കെ ഒന്ന് നിലവിളിച്ചാൽ ഈ പള്ളിയിൽ നിന്ന് ആ പള്ളിയിൽ കേൾക്കുന്ന നിലയിലുള്ള അടുത്തടുത്താണ് നമ്മൾ പള്ളികളുള്ളത്. വലിയ പള്ളിയും സെൻട്രൽ ജുമാ മസ്ജിദ്. അപ്പോ ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു പള്ളിയിൽ ജോലി നോക്കി. ആ ജോലി നോക്കിയ ആ പള്ളിയിൽ പൊതുവെ നിസ്കരിക്കാൻ ആള് കുറവാണ്. അങ്ങനെ പാവപ്പെട്ട ഒരു പ്രായമുള്ള മുഅദ്ദിനാണ്. അദ്ദേഹം മോട്ടോർ ഓൺ ചെയ്തു, ടാങ്ക് നിറഞ്ഞു, മൂപ്പരിരുന്ന് ഉറങ്ങിപ്പോയി. ടാങ്ക് നിറഞ്ഞു, പള്ളിയുടെ മുകൾ ഭാഗം വെള്ളം നിറഞ്ഞു. അത് എവിടെയൊക്കെ ഹോസ് ഉണ്ടോ അതുവഴിയൊക്കെ ഒഴുകാൻ തുടങ്ങി. പള്ളിയുടെ 4 ഭാഗത്തൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. നാട്ടില് തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ജംഗ്ഷനാണ്. അവിടെയുള്ള ആളുകളൊക്കെ പള്ളി കയറി. മോദിയിലില്ലേ, ഉത്തരവാദിത്വം ഇല്ലേ, കമ്മിറ്റിക്കാരവിടെ പോയി മുസ്ലിയാർ ഉറക്കമാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു. വൻ ബഹളം. ഇഖാമത്തിന്റെ സമയം ഇനി 2 മിനിറ്റ്. ബാങ്ക് കൊടുത്തിട്ടാണ് മൂപ്പര് ഓൺ ചെയ്തത്. വെള്ളം നിറഞ്ഞ്, ടാങ്ക് നിറഞ്ഞ്, പള്ളിയുടെ മുകൾ ഭാഗം നിറഞ്ഞ്, 4 ഭാഗത്തും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പേടിച്ചെണീച്ച് വന്ന് പാവപ്പെട്ടവൻ ഓഫാക്കി. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ വെള്ളം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഹൗലിന്റെ ഭാഗത്തും അവിടെയൊക്കെ ഉള്ള ടാങ്കൊക്കെ തുറന്നിട്ടു. ഇഖാമത്ത് കൊടുത്തു. പള്ളിയുടെ മുറ്റത്ത് ഭയങ്കര ആളാ. ടാങ്ക് നിറഞ്ഞതിന്റെ പരിഭവം. ഇഖാമത്ത് കൊടുത്തു. നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിയാർ മുസല്ലയിലേക്ക് മെഹ്റാബിനകത്തോട്ട് കയറുമ്പോ മോദിയും മാമായും ഉണ്ട്, ഉസ്താദും ഉണ്ട്, വേറെ ആരുമില്ല. ഞാൻ അവിടെ വേഴമ്പള്ളി 2 ദിവസമാണ്. ആരുമില്ല. ഈ ബഹളം വെക്കാൻ വന്നവരെല്ലാരും മോദി ഇഖാമത്ത് കൊടുത്തപ്പോൾ അവരുടെ ജോലി നോക്കി അങ്ങ് പോവാണ്. അവർക്ക് ആകെ ഒരു ഡ്യൂട്ടി, ടാങ്ക് നിറഞ്ഞതിലും മൊയ്ലിയാർക്കും മോദിനും എന്ത് പങ്ക് അതറിയണം. ഇതാണ് സമുദായത്തിന്റെ അവസ്ഥ. ഇതാണ് സമുദായത്തിന്റെ അവസ്ഥ. നോക്കൂ, മസ്ജിദുൻ നബവിയിൽ സുബഹി നിസ്കാരത്തിന്, മദീനത്തുൻ നബവിയിലെ മസ്ജിദുൻ നബവിയിലെ സുബഹി നമസ്കാരത്തിന് മഹാനായ മദീനത്തുൻ നബവിയുടെ ഇമാമായ മസ്ജിദുൻ നബവിയുടെ ഇമാമായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ മെഹ്റാബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത മുസല്ല, അതിലേക്ക് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കയറി നിൽക്കുകയാ. ഇഖാമത്ത് കൊടുത്തു. ആ സമയത്ത് പള്ളിയിലെ മുസല്ലയിലേക്ക് കയറി നിൽക്കുന്ന മഹാനായ ഉമർ തങ്ങള് തിരിഞ്ഞു നോക്കിയിട്ട് സഫിൽ നിൽക്കുന്നവരോട് പറഞ്ഞതെന്താണ്? ഇസ്തവൂ ഇസ്തവൂ, നിങ്ങൾ എല്ലാവരും സഫ് ചൊവ്വാക്കുക, വതറാസു വഅതദിലു എന്ന് പറഞ്ഞിട്ട് ഇമാമായ ഉമറുൽ ഫാറൂഖ് തങ്ങള് മാമൂമിങ്ങളുടെ സഫ് ഇങ്ങനെ ശരിയാക്കുന്ന സന്ദർഭത്തിലല്ലേ മസ്ജിദുൻ നബവിയിൽ ഇന്നത്തെ പോലെ സംവിധാനങ്ങളുള്ള പള്ളിയായിരുന്നില്ലല്ലോ. ആ പള്ളിയുടെ കർട്ടന്റെ പിന്നിൽ മഹാനായ ഉമർ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇരുതല മൂർച്ചയുള്ള ചെറിയ കടാരയും കൊണ്ട് നിന്ന അബൂ ലൂലുആ എന്ന് പറയുന്ന വ്യക്തി ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കയറ്റുകയാ. ഇരുളിന്റെ ശക്തികൾക്ക് നിവർന്ന് നിന്നിട്ട് പ്രതിരോധിക്കാൻ സാധ്യമല്ലല്ലോ. ഇരുളിന്റെ മറവിൽ, കർട്ടന്റെ മറവിൽ നിന്നുകൊണ്ട് ഒളിയായുധം വെച്ചുകൊണ്ട് ഇരുതല മൂർച്ചയുള്ള എന്ന് പറഞ്ഞാൽ ഇരുട്ട സമയത്ത് എങ്ങനെ കുട്ടിയാലും ഉമർ മരിക്കണം, ആ ഒരു ചിന്തയോട് ഇരുതല മൂർച്ചയുള്ള കത്തിയും പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി മലർത്തുമ്പോൾ ചോര ചാലിട്ടൊഴുകുകയാ. മസ്ജിദുൻ നബവിയുടെ മെഹ്റാബ് മുസല്ലയിൽ ഉമർ തങ്ങൾ പിടയ്ക്കുകയാ. ആ സമയത്ത്
ആലസ്യപ്പെട്ട് ബോധം കെട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് ബോധം വന്നപ്പോ ഉമർ തങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? ആരാണ് എന്നെ കുത്തിയത്? അത് മൂന്നാമത്തെ ചോദ്യമാണ്. ആരാ എന്നെ കുത്തിയത്? മൂന്നാമത്തെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാഴികയ്ക്ക് നാരായം കൊടുക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തിനും പ്രതിരോധിക്കുന്ന ഉമർ തങ്ങൾക്ക് ആരാണ് കുത്തിയതെന്ന് പിന്നെ അറിഞ്ഞാൽ മതി. ഉമർ തങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതെന്നറിയോ? ഇമാമത്ത് നിൽക്കാനല്ലേ ഞാൻ പള്ളിയിൽ വന്നത്? ആ നമസ്കാരം പിന്നെ എങ്ങനെയാ പൂർത്തിയാക്കിയത്? ആ നമസ്കാരം പിന്നെ എങ്ങനെയാ നിങ്ങൾ പൂർത്തിയാക്കിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പിടയുന്ന സമയത്ത് അവരുടെ മനസ്സിന്റെ ചിന്ത നിസ്കാരത്തെ പറ്റിയായിരുന്നു. നമുക്കാണെങ്കിലോ ചെറിയ വയറുവേദന വന്നാ പിന്നെ നിസ്കാരമില്ല, ഒരു തലവേദന വന്നാ പിന്നെ നിസ്കാരമില്ല. ചോദിക്കട്ടെ, കുളത്തൂപ്പുഴയിലുള്ള നിങ്ങളോട് ഒരാൾ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയെ കണ്ണും കൽബും കൊണ്ട് നേരിടുമ്പോഴാണോ? അല്ലാഹുവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നതല്ല. പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റുമ്പോഴാണോ? പരിശുദ്ധമായ നോമ്പ് പിടിക്കുമ്പോഴാണോ? എപ്പോഴാണ് നമ്മൾ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്ത് അല്ലാഹുവുമായിട്ട് അടുക്കാൻ അല്ലാഹു വെച്ച ഒരേ ഒരു നടപടി ഏതാണെന്നറിയോ? ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ശിരസ് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് ആ തലയേക്കാൾ അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അത്യുന്നതനായ അല്ലാഹ്, നിനക്കാണ് സർവസ്തോത്രം, നിനക്കാണ് ഏറ്റവും വലിയ പരിശുദ്ധി, നീയാണ് ഏറ്റവും വലിയ പരിശുദ്ധനെന്ന് പറയുന്നത്. ആ സുജൂദിൽ കിടക്കുമ്പോഴല്ലേ? ആലോചിച്ചു നോക്കണേ, ആ സുജൂദ് കേവലം ഒരു സുജൂദ് മാത്രമാണോ? നെറ്റി നിലത്ത് വെക്കുന്നത് മാത്രമാണോ? ചിന്തിച്ചു നോക്കണേ, ക്ലോസറ്റ്, ബാത്റൂമിന്റെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ച, കുതിരക്കൂട്ടങ്ങളെ മുഴുവനും AC ഉള്ള റൂമുകളിൽ താമസിപ്പിച്ച ബ്രൂണൈ സുൽത്താൻ അയാള് സുജൂദ് ചെയ്യുമ്പോൾ സൗദി ഭരണാധികാരിയായ മുഹമ്മദ് സൽമാൻ രാജാവ് അദ്ദേഹം എങ്ങനെയാണോ സുജൂദ് ചെയ്യുന്നത്? ആ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മകനും കിരീടാവകാശിയും ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ സുജൂദ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് നിസ്കരിച്ചാൽ എത്ര വലിയ അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട്, എത്ര വലിയ അധികാരത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട്, ഏത് വലിയ ഇന്ദ്രപ്രസ്ഥത്തിൽ വിരാജിക്കുന്നവർ സുജൂദ് ചെയ്താൽ, എത്ര വലിയ കോടീശ്വരന്മാർ സുജൂദ് ചെയ്താൽ ആ സുജൂദിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? 1 വയസ്സും 8 മാസത്തിലും 9 മാസത്തിലും ഞാനും നിങ്ങളും എങ്ങനായിരുന്നു വീട്ടിനകത്ത് കഴിഞ്ഞത്? നമ്മൾ മുട്ടിലിടഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ മുട്ടിലിടഞ്ഞല്ലേ നടന്നത്? ലോകം ഭരിച്ചവരും ലോകം ഭരിക്കുന്നവരും ഭരിക്കാനിരിക്കുന്നവരും സമ്പന്നരും അധികാരികളും എല്ലാ കുബേരന്മാരും എല്ലാ സമ്പന്നന്മാരും എങ്ങനെയാണോ ചെറിയ പ്രായത്തിൽ നടന്നത്, അവരെല്ലാം നടന്നത് മുട്ടിലിടഞ്ഞായിരുന്നില്ലേ? ആ മുട്ടിലിടയുന്ന സമ്പ്രദായം അല്ലാഹു നമുക്ക് വേണ്ടി വെച്ചല്ലോ. എത്ര വലിയ സമ്പന്നനാ, കോടാന കോടാന കോടിയുടെ സ്വത്തിന്റെ ഉടമയാ. പക്ഷേ അവന് കുളത്തൂപ്പുഴ പള്ളിയിൽ വന്നാൽ അവന് കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിഴഞ്ഞു കിടക്കുകയാ. ഒരുത്തന്റെ മുമ്പിലും അവന്റെ തല കുനിച്ചിട്ടില്ല, അവൻ ഇന്നേ വരെ തല ഒന്ന് കുമ്പിട്ടിട്ടില്ല. പക്ഷേ അള്ളാന്റെ മുമ്പിലെത്തിയപ്പോൾ അവന്റെ വൃത്തികെട്ട അവയവമായ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവന്റെ അന്തസ്സിന്റെയും ഇസ്സത്തിന്റെയും അടയാളമായ തല അത് നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ നിനക്കാണ് പരിശുദ്ധി എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ, ഒരു അടിമ ഉടമയായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. ആ അടുപ്പ് നമുക്ക് വേണ്ടേ? ആ അടുപ്പ് നമുക്ക് വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കാൻ നേരത്ത് നിസ്കാരത്തിന്റെ ചിന്ത. സൈനബുൽ ഗസാലി, നമ്മൾക്ക് അവരോട് ആദർശപരമായിട്ട് വിയോജിപ്പുണ്ട്. സൈനബുൽ ഗസാലി ജമാൽ അബ്ദുൽ നാസർ എന്ന ക്രൂര ഭരണാധികാരിക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചു. സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചു
ജയിലിലടച്ചപ്പോൾ ആ സൈനബുൽ ഗസാലിയുടെ ജയിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സൈനബുൽ ഗസാലി എന്ന നിങ്ങളെ പോലെ ചോരയും നീരുമുള്ള ഒരു വനിത ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളത്തിനെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ അവർക്ക് സമ്മാനിച്ചത് കാരാഗ്രഹമായിരുന്നു. ആ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ വളരെ ക്രൂരമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. സൈനബുൽ ഗസാലിയെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നറിയോ? ദിവസങ്ങളോളം ആഴ്ചകളോളം പട്ടിണിക്കിട്ട പരിശീലിപ്പിക്കപ്പെട്ട നായ, ആ നായയെ എത്രയോ ആഴ്ചകളോളം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ടു. എന്നിട്ട് ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന ആ സെല്ലിലേക്ക് തുറന്നു വിട്ടു. ആലോചിച്ച് നോക്കിയ പിന്നെ വല്ലതും കേൾക്കണോ? പിന്നത്തെ കഥ വല്ലതും പറയണോ? പരിശീലിപ്പിക്കപ്പെട്ട നായ ആഴ്ചകളോളം പട്ടിണിക്കിട്ടു. വിശക്കുന്ന അവസ്ഥയിൽ ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന സെല്ലിലേക്ക് തുറന്നു വിട്ടു. സൈനബുൽ ഗസാലിയെ കടിച്ച് കീറി. ഓർമ്മ നശിച്ചു. ശരീരം മുഴുവനും മാന്തി പറിച്ചു. വസ്ത്രം വലിച്ചു കീറി. നായ അവസാനം മരിച്ചെന്ന് കരുതിയിട്ട് ആ നായ സെല്ലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, ഗോണ്ടനാമയിലും അതുപോലെ തന്നെ അബൂ ഖുറൈബ് തടവറകളിൽ ഇന്നും അത് പയറ്റി തെളിയുന്നുണ്ട്. ഇന്നും അത് പയറ്റുന്നുണ്ട്. പരിശീലിപ്പിക്കപ്പെട്ട നായ്ക്കളെ കൊണ്ടുവന്ന് പാവപ്പെട്ട ഫലസ്തീനിയായ ഒരു ഉമ്മയെ കടിച്ചു കീറുന്ന രംഗം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടവരാണ്. ആലോചിച്ചു നോക്കൂ. സൈനബുൽ ഗസാലിക്ക് എപ്പോഴോ ബോധം വീണു. സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവം എന്ന് പറയുന്ന കൃതിയിൽ അവർ പറയുന്നു, പെട്ടെന്ന് ബോധം വീണു. നോക്കുമ്പോ ശരീരം മുഴുവനും ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു. വസ്ത്രമെല്ലാം കീറിപ്പറിച്ചു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ കയ്യിലൊരു മുള്ളുകൊണ്ടു, നമ്മുടെ നടുവിന് എന്തെങ്കിലും ഒരു തേയ്മാനം വന്നു, കാൽമുട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമ്മൾ പറയും നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. സൈനബുൽ ഗസാലി ബോധം വീണപ്പോ സൈനബുൽ ഗസാലി ചെയ്തത് നമസ്കരിക്കാൻ ഒതുവെടുക്കാൻ വെള്ളമില്ല. സൈനബുൽ ഗസാലി ചെയ്തത് ആ സെല്ലിന്റെ ചുമരിൽ കൈകൊണ്ട് അടിച്ച് തയമ്മും ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൈനബുൽ ഗസാലിയുടെ ആദർശത്തോട് നമുക്ക് വിയോജിപ്പുള്ളപ്പോഴും ആ സൈനബുൽ ഗസാലി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് നമസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന പ്രക്രിയ അവിടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അവർ മറന്നില്ല. ഖുബൈബ് ബിൻ അബിയുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൻഈം എന്ന് പറയുന്ന പ്രദേശത്തെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ഉംറയ്ക്ക് പോയവർക്കറിയാം, ആയിഷ പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ സമീപത്ത് കൊണ്ടുവന്ന് അവസാനം എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണം 2 റക്അത്ത് എന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കാരം നിർവഹിക്കുമ്പോ കോഴി കൊത്തുന്നത് പോലെ നമസ്കാരത്തിന്റെ അടക്കവും അനക്കവും ഒക്കെ കൃത്യമായി പാലിക്കുന്നു. പക്ഷേ പെട്ടെന്ന് നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല നിസ്കാരം പെട്ടെന്ന് ചുരുക്കിയിട്ട് ശത്രുക്കളോട് എഴുന്നേറ്റ് നിന്ന് മക്കക്കാരോട്, സവർണ ഫാസിസ്റ്റുകളോട്, അന്നത്തെ മക്കയിലെ ഫാസിസത്തോട് മഹാനായ ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൻഈമിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് ദീർഘനേരം എടുത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ അവസാനത്തെ നിസ്കാരമാണ്. പക്ഷേ ഞാൻ അങ്ങനെ നിസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ കരുതും യവൻ പേടിച്ചിട്ട് സലാം വീട്ടാത്തതാണ് എന്ന്. ഒരുത്തന്റെ മുമ്പിലും ഞാൻ എന്റെ തല കുനിക്കില്ല. അതുകൊണ്ട് എന്റെ റബ്ബ് പരിഹരിച്ചോളും. ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയതാ. കൊല്ലാനുണ്ടെങ്കിൽ പെട്ടെന്ന് കൊന്നോടാ എന്ന് പറഞ്ഞ തൻഈമിന്റെ പുത്രൻ സയ്യിദുനാ ഖുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ചിന്തിച്ചു നോക്ക്, ഇതാണ് അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നമ്മുടെ പള്ളികൾ നോക്കിയേ. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത ഒരു സദസ്സിലാണ്. പള്ളി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഞാൻ അവിടെയും പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളികൾ മനോഹരമാണ്. എന്തെല്ലാം മോഡൽ പള്ളികൾ, വളരെ മനോഹരമായ പള്ളികൾ. എത്ര ആള് വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളികളായി അല്ലേ? പള്ളികൾ ധാരാളമുണ്ട്. പക്ഷേ ആ പള്ളികളുടെ അവസ്ഥ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ കോവിഡ് സമയത്ത് ഒളിച്ച് 4 പേര് നിസ്കരിച്ചില്ലേ? അതുപോലെ നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്ന ന്യൂ ജനറേഷനാണ് ഇപ്പോ. ജുമയ്ക്ക് നിങ്ങൾ നോക്കണം, തറവാടിത്തവും പാരമ്പര്യവും അവകാശപ്പെടുന്ന മുസ്ലിം സ്ട്രീറ്റുകളിൽ പല മഹല്ലത്തുകളിലും ജുമഅ നടക്കുമ്പോ കമ്പോളങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. പള്ളിയിൽ അവർക്ക് പോകാൻ മനസ്സില്ല.